ഇടിയഞ്ചിറ റെഗുലേറ്റർ സന്ദർശിച്ച് നവീകരണ പ്രവർത്തികളുടെ പുരോഗതി മുരളി പെരുന്നെല്ലി എം.എൽ.എ. വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ കോൾനിലങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കാനുമായാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെന്റ് 5.04 കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തുടങ്ങിയത്. മുൻപ് കൂടുതൽ സമയം എടുത്ത് മാനുവലായി പ്രവർത്തിപ്പിച്ചിരുന്ന ഷട്ടർ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് പ്രവൃത്തി നടക്കുന്നതെന്ന് എം.എൽ.എ. അറിയിച്ചു. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി താൽക്കാലികമായി കെട്ടിയ ഇരുവശത്തെയും തടയണകൾ നവീകരണത്തിനായി പൊളിക്കേണ്ടി വന്നു. മഴ നിലച്ചതിനു ശേഷം പുനർനിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണി നടന്നുവരുന്നത്. അനാവശ്യമായി ഇതൊന്നും നടക്കുന്നില്ല എന്ന തരം തോന്നലുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചിട്ടുണ്ട്. നിർമ്മാണം തുടങ്ങി കാലങ്ങളേറെയായിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ കരിങ്കല്ലിന്റെ ഉള്ളിൽ കൂടി വെള്ളം ചോർന്നുപോകും എന്നു തുടങ്ങിയുള്ള സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പദ്ധതി ആകമാനം അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എസ്റ്റിമേറ്റ് പ്രകാരമാണോ അല്ലയോ പണി നടക്കുന്നതെന്ന് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്കാണ് പറയാനാകുക എന്നും എം.എൽ.എ. പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അതുൽ, മറ്റ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, കരാറുകാരുടെ മാനേജർ ഇബ്രാഹിം തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും ഇന്നത്തെ നിലയിൽ മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങളില്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായും മാർച്ച് 15-നകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നും ഒരു തുള്ളി വെള്ളം പോലും ലീക്കില്ലാതെ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള റെഗുലേറ്ററാണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും എം.എൽ.എ. വിശദീകരിച്ചു. മുമ്പ് മാനുവൽ വർക്കിംഗാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് മെക്കാനിക്കലായി തന്നെ ഷട്ടർ നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ഈ നിർമ്മാണത്തിന് വേണ്ടി താൽക്കാലികമായി കെട്ടി അപ്പുറത്തുള്ള തടയണകൾ പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ മഴ മാറി വീണ്ടും അത് നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത്. അനാവശ്യമായി ഇത് ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ഇവിടെ വന്ന് മാധ്യമങ്ങൾക്ക് ഔദ്യോഗികം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രവൃത്തിയുടെയും അവസാന ഘട്ടം ഇതുവരെ നിർമ്മാണം തുടങ്ങിയ കാലങ്ങളെ അറിയായി ഈ കാലയളവിലൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ നിർമ്മാണ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളം ചോർന്നു പോകും, കരിങ്കല്ലിനുള്ളിൽ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഈ പണി നടക്കുന്നത് എന്ന് പറയാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല പണി നടക്കുന്നതെന്ന് പറയാൻ നമുക്കാർക്കും അധികാരമില്ല. അതായത് എസ്റ്റിമേറ്റ് പ്രകാരം പണി നടത്തുന്ന മേൽനോട്ടം വഹിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്കാണ് അത് പറയാനുള്ള അധികാരം. അപ്പോൾ അവരാണ് ഇപ്പം എൻ്റെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൂഹി ഉണ്ട്, അതേപോലെ AE അതുലുണ്ട്, അതുപോലെ അതിൻ്റെ കരാറുകാരൻ്റെ മാനേജർ ഇബ്രാഹിം അടക്കമുള്ള എല്ലാവർക്കും കൂടി ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കരാറുകാരുണ്ട്. അപ്പോൾ അവർ മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നു വരുന്നത്. അപ്പോൾ അതെല്ലാ പ്രവർത്തനം നടത്തുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അനാവശ്യമായി ജനങ്ങൾ നീതി വളർത്താൻ വേണ്ടി ഉള്ള തൽപര കക്ഷികൾ നടത്തുന്ന ആ പ്രചരണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഒന്ന് സന്ദർശിച്ചത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാറുണ്ട്. ഈ പറയുന്നവർ ഈ ഭാഗത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാത്തവരുമാണ് താനും. അപ്പോൾ ഏതായാലും കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. ഭൂപ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥ ഒക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർച്ച് 15-നുള്ളിൽ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ മാർച്ച് 15-നുള്ളിൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ നമുക്ക് യാഥാർത്ഥ്യമാകുന്ന വിധത്തിലുള്ള പണികളാണ് നല്ല